നാളെ പരലോകത്ത് എല്ലാ പ്രവാചകന്മാരും കൈമലർത്തുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. ശഫാഅത്തുൽ ഉലമ, ഏറ്റവും വലിയ ശുപാർശ, ശഫാഅത്തുൽ കുബ്ര എന്നൊക്കെ അറിയപ്പെടുന്ന ആദ്യത്തെ ശുപാർശയുണ്ടല്ലോ. ഓരോ നബിമാരെയും സമീപിക്കും ആളുകൾ, അവർ പറയും ഞങ്ങൾക്ക് സാധ്യമല്ല. യൗമ യദഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. എല്ലാ നബിമാരും സ്വന്തം കാര്യം എന്ന് പറയുമ്പോൾ വയൗമ യദഉ ഖൈറ ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും എൻ്റെ ഉമ്മത്ത്. എല്ലാവരും പറയാൻ എന്താ? നഫ്സി നഫ്സി എന്നാ. പ്രവാചകൻ നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ഉമ്മത്തി. അല്ലാഹ് പറയും യാ മുഹമ്മദ്, അല്ലയോ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മുമ്പിൽ പോയി സുജൂദിൽ കിടക്കുകയാണ് എത്രയോ കാലം. അവസാനം പറയും യാ മുഹമ്മദ് ഇർഫഅ റഅസക, നിന്റെ തല ഉയർത്ത്. സൽ തുഅതാ, നീ ചോദിക്ക് നൽകാം. വസ്ഫഅ തുശഫഅ, ശുപാർശ നടത്തിക്കോ സ്വീകരിക്കാം. ഫഅർഫഉ റഅസി, അപ്പോൾ ഞാൻ തല ഉയർത്തും. അല്ലാഹുവിനോട് ഞാൻ പറയും, എന്താ പറയുന്നത് അറിയോ? ഉമ്മത്തി യാ റബ്ബ്, ഉമ്മത്തി യാ റബ്ബ്. റബ്ബേ എൻ്റെ ഉമ്മത്തിന്റെ കാര്യം, റബ്ബേ എൻ്റെ ഉമ്മത്തിന്റെ കാര്യം. എന്തൊരു സ്നേഹമാണ്! നാളെ പരലോകത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹ് പറയും യാ മുഹമ്മദ് അദ്ഖിൽ മിൻ ഉമ്മതിക മല്ലാ ഹിസാബ അലൈഹിം മിനൽ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന. നിന്റെ ഉമ്മത്തിൽ നിന്ന് വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അവരെ സ്വർഗ്ഗത്തിന്റെ വലതുഭാഗത്തെ കവാടത്തിലൂടെ പ്രവേശിപ്പിച്ചു കൊള്ളുക. ഇമാം ബുഖാരിയുടെ 4712 ഹദീസാണ്. ഇങ്ങനെ ഏത് മേഖലയിലും നമ്മെ സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലികുല്ലി നബിയ്യിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ നബിമാർക്കും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതെല്ലാ നബിമാർ ദുനിയാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. വാനസ്തബഖൈതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി യൗമൽ ഖിയാമ, എൻ്റെ ദുആയുടെ അവസരം എൻ്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി പരലോകത്തേക്ക് ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രാർത്ഥിച്ചാൽ എന്തായാലും ഉത്തരം തരാമെന്ന് ഉറപ്പ് കൊടുത്തൊരു പ്രാർത്ഥന ഉണ്ട്. അത് ഈ ദുനിയാവിൽ പ്രാർത്ഥിച്ചില്ല, എൻ്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി പരലോകത്തേക്ക് ഞാൻ മാറ്റിവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൂര്യഗ്രഹണമുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. കൈകെട്ടി കുറേ ഖുർആനോദി, റുകൂഉ ചെയ്ത് വീണ്ടും എഴുന്നേറ്റ് നിന്ന് ഖുർആനോദി, വീണ്ടും റുകൂഉ ചെയ്ത് പിന്നെ സുജൂദിലേക്ക് പോയി. അങ്ങനെ നമസ്കാരത്തെക്കുറിച്ച് പറയാം. ആ നമസ്കാരം കഴിഞ്ഞ ശേഷം അള്ളാന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, റബ്ബി അലം തഅദിനി, അല്ലാഹ് നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ലേ, അല്ലാ തുഅദ്ദിബുഹും വഅന ഫീഹിം, എൻ്റെ സമുദായത്തിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കെ നീ അവരെ ശിക്ഷിക്കുകയില്ല എന്ന് എനിക്ക് നീ ഉറപ്പ് തന്നിട്ടില്ലേ അല്ലാഹ്. അലം തഅദുനി അല്ലാ തുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ, എൻ്റെ ഉമ്മത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നിടത്തോളം കാലം അവരെ നീ ശിക്ഷിക്കുകയില്ല എന്ന് റബ്ബേ എനിക്ക് നീ വാക്ക് തന്നിട്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിന്റെ സുജൂദിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ. സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോ അതേപോലെ തൻ്റെ സമുദായത്തിന് വേണ്ടി ബലികർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചു. പെരുന്നാളിൻ്റെ അന്ന് ആ ആടിനെറുക്കുകയാണ്. വിശദമായ ഹദീസാണ്. എന്നിട്ട് പറയുന്നു, ഒന്നിനെ അടുത്തിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന ഹാദാ അൻ ഉമ്മതി ജമീഅ മിമ്മൻ ഷഹിദ ലക ബിത്തൗഹീദി വശഹിദ ലീ ബിൽ ബലാഗ്, നിന്റെ തൗഹീദിന് വേണ്ടി സാക്ഷ്യം വഹിച്ച എൻ്റെ സമുദായത്തിലെ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ഉമ്മത്തിലെ ആളുകൾക്ക് വേണ്ടി ബലികർമ്മം നിർവഹിച്ചിട്ടുണ്ട്.